ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ആക്സസറി വീഡിയോ ആയിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഈ ബ്രൈഡ്സൊക്കെ തലയിൽ വെക്കുന്ന പോലത്തെ ഒരു ഹെയർ ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ഗോൾഡൻ കളറിലുള്ള തിന്നായിട്ടുള്ള കമ്പികൾ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ക്ലോത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കളറിലുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ ഡ്രസ്സിന് മാച്ചായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡ്സ് വേണം. പിന്നെ നമുക്ക് B7000 പറയുന്ന ഒരു ഗ്ലൂവും വേണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കമ്പിയൊക്കെ വളയ്ക്കാനും അതുപോലെ കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പ്ലെയറും അതുപോലെ ഈ കട്ടറും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ബോ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ഞാൻ 2 കമ്പി ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കമ്പി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള വണ്ണം കമ്മിയായിട്ടുള്ള ഒരു പെൻസിലോ, അല്ലെങ്കിൽ ഇത് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐബ്രോ പെൻസിലാണ്, അല്ലെങ്കിൽ പെന്ന്, അല്ലെങ്കിൽ ബ്രഷ്, നമ്മൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷില്ലേ, അങ്ങനത്തെയൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ റൗണ്ടിന് അനുസരിച്ചിട്ട് നമുക്ക് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഐബ്രോ പെൻസിലാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ അവിടെ കിട്ടും. എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഇങ്ങനെ വലിച്ചൂരാം. ഇതുപോലെ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കിതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കണ്ടില്ലേ, ബാക്കിയുള്ള കമ്പികൾ നമുക്ക് കട്ടർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തലയിലൊക്കെ വയ്ക്കുമ്പോൾ കയ്യിലോ അല്ലെങ്കിൽ തലയിലൊക്കെ കൊണ്ട് വേദന എടുക്കും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വേദനിക്കാത്ത രീതിയിൽ, പൊന്തി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ അതിനെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് ഞാനിതിനെ ഇതുപോലെ 2 കമ്പികൾ 2 വശത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 കമ്പിയിലും ഞാൻ ഓരോ മുത്ത് വീതം ഇടുന്നുണ്ട് കേട്ടോ. ഈ ഗോൾഡൻ ബീഡ് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ കമ്പിയിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ ആ താഴത്തോട്ട് ആക്കുക. കണ്ടോ, ഇതുപോലെ. ഇപ്പം എന്നിട്ട് ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ കമ്പീനെ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഇപ്പുറത്തെ സൈഡിലെ കമ്പീനെ അപ്പുറത്തോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കണ്ടില്ലേ, നല്ല ആ മുത്ത് കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെരിഞ്ഞു പോവും. അത് പെട്ടെന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല. നല്ല ഇതുപോലെ ഒന്ന് കണ്ടില്ലേ, ക്രോസ് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ. ഇപ്പം എൻ്റെയും കറക്റ്റായിട്ട് നല്ല ലെവലിൽ വന്നിട്ടൊന്നുമില്ല. കുറേ നമ്മൾ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് നല്ല വൃത്തിയിൽ കിട്ടുക. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. പിന്നെ ഇതുപോലെ ഇനി അടുത്തതിൽ സ്റ്റെപ്പിൽ ഞാൻ 2 മുത്താണ് കേട്ടോ വെക്കുന്നത്. 2 കമ്പികളിലും 2 മുത്ത് വീതം ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെയും ഇതുപോലെ താഴോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനൊന്ന് ഒപ്പം പിടിച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങനെ ക്രോസ് ആക്കി വെക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ കമ്പി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. കൈ നല്ല വേദനിക്കും. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുന്നവർക്ക് അതറിയത്തുള്ളൂ. പിന്നെ ഇതുപോലെ നമ്മുടെ തലയുടെ അളവനുസരിച്ചിട്ട് നമ്മളിത് എവിടെയാണോ വെക്കുന്നത്, എത്രത്തോളം ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഈ മുത്തുകൾ വീണ്ടും ഇതുപോലെ കോർത്ത് കൊടുത്ത് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വീണ്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം.
വീണ്ടും ഇതിനെ ആ ഇപ്പുറത്തെ കമ്പീനെ അപ്പുറത്തോട്ട് സെൻറ്റർ ഭാഗത്തോട്ട് വെച്ച് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇതാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും, നല്ല ഭംഗിയിൽ. ഇനി വെറുതെ ഇത് മാത്രമായിട്ടും വെച്ച് കൊടുക്കാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ആ ഫുള്ള് ലെങ്ത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മോളുടെ അളവിനനുസരിച്ച് ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇത് മാത്രം ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും. ഇനി ലാസ്റ്റ് വരുന്ന നമ്മുടെ അളവ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ പെൻസിൽ വെക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിലും അതുപോലെ നമുക്ക് ആ റൗണ്ട് വേണമല്ലോ. ആ റൗണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മുടിയിലൊക്കെ വെക്കുമ്പോൾ സ്ലൈഡ് കുത്താനും, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിലും നമുക്ക് അതിലൊരു ഇതില്ലേ, എന്താ പറയുക, റിബൺ, അത് ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ കെട്ടിയിട്ടും വെക്കാം കേട്ടോ. അതിനാണ് നമ്മളിങ്ങനെ ഈ റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫുള്ള് ചുറ്റി കൊടുക്കുക. അത് ടൈറ്റായി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾക്കത് എടുത്ത് മാറ്റിയിട്ട് ഇത് ഇനി ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഇത് മാത്രമേ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ആ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ്ടില്ലേ, ഇങ്ങനെ ഈ ഓരോ ഹോള് കാണില്ലേ, ഓരോ റൗണ്ട്, അതിലാണ് ഞാൻ ആ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കേട്ടോ ഞാൻ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. സെൻറ്ററിലൊരു മുത്ത് വെച്ചിട്ട് കമ്പി അടിയിലോട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ ഈ മയിലിൻ്റെയൊക്കെ മറ്റേ ഒരു പൂവുണ്ടാവില്ലേ, അതുപോലെ ഞാൻ ഇവിടെയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് നമുക്ക് ബാക്കി വരുന്ന കമ്പികളുണ്ടാവില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഇതുപോലെ ഒരു മുത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ല അമർത്തിയിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് അമർത്തി മുത്തിൽ അപ്പുറം ഇപ്പുറം ഒന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഒരു നീളത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് വീണ്ടും ബാക്കി വരുന്ന ലെങ്ത്ത് വരുന്ന ആ കമ്പീനെ മുകളിലോട്ട് നമുക്കൊന്ന് വീണ്ടും മുത്ത് ഇതേപോലെ കോർക്കാനായിട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, ആ ലെങ്ത്ത് കൂടിയ കമ്പി ഞാൻ വീണ്ടും മുകളിലോട്ട് ആ മുത്തിനെയും കാട്ടിയും കുറച്ചും കൂടി ഹൈറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് വീണ്ടും ഒരു മുത്ത് കൂടി കോർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുത്തിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ കണ്ടോ, ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് അതിനെ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി വീണ്ടും ആ ലെങ്ത്തുള്ള കമ്പീനെ തന്നെ വീണ്ടും മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറെ ഗോൾഡൻ കളർ മുത്തൊന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുത്തിൻ്റെയും മുകളിലായിട്ട് വരുന്ന രീതിയിൽ അത്ര ഹൈറ്റിലൊന്ന് മുത്തിനെ വെച്ചിട്ട് വീണ്ടും ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ ഇപ്പം ഈ 3 മുത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി താഴോട്ടും ഇതുപോലെ ഇനി 2 മുത്ത് കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി താഴോട്ട് ഇനി അടുത്തത് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന മുത്തിനെക്കാട്ടിയും ഒന്ന് താഴോട്ട് വേണം ചെയ്തു കൊടുക്കാൻ. വീണ്ടും ഞാനൊരു മുത്ത് കൂടി കോർത്ത് കൊടുത്തു. എന്നിട്ട് ഈ മുത്തിൻ്റെ താഴോട്ട് കണ്ടില്ലേ, ഇതുപോലെ താഴോട്ട് വരുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതുപോലെ ഒന്നും കൂടി വെച്ച് കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ മുത്തുകൂടി നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്
നമുക്കൊക്കെ വീട്ടിലിരുന്ന് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതേപോലെ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഈ പ്ലെയർ കൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഇങ്ങനെ. എന്നിട്ട് ബാക്കി വരുന്ന 2 അറ്റവും കൂടി തമ്മിൽ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന ഇത് ഇടുന്നില്ല, വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ആ ഫ്ലേവർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഇങ്ങനെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പിയുടെ ഉള്ളിൽ ഒരു ഗോൾഡൻ ബീഡ് വെച്ച് ഈ ആദ്യം കമ്പി ഈ ക്ലോത്ത് ഇത് കണ്ടില്ലേ, നമ്മൾ പൂവ് ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി താഴോട്ട് കുത്തി കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ കിട്ടും. എന്നിട്ട് ഇപ്പുറത്തെ അറ്റത്തുനിന്ന് ഒരു ഗോൾഡൻ കളർ ബീഡ് കോർത്ത് കൊടുക്കുക. ഇതുപോലെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനും ആ ഓട്ടയിൽ കൂടെ തന്നെ നമുക്ക് താഴോട്ട് കമ്പി ഒന്ന് ഇറക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇറക്കി കൊടുക്കുമ്പോൾ ഈ മുത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് 2 സൈഡും ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ. എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകത്തുള്ളൂ. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കത് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. എന്നിട്ടൊന്ന് താഴോട്ടൊന്ന് ശരിക്കും ആ കമ്പീനൊന്ന് താഴോട്ട് വലിക്കുക. അതിന് മുൻപ് നിങ്ങൾക്ക് ഇതുപോലെ ഈ ഗ്ലൂ ഉപയോഗിച്ച് ആ കമ്പിയുടെ ആ മുത്തിൻ്റെ താഴോട്ടായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക ഈ ഗ്ലൂ. അപ്പോൾ ഈ ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ കറക്റ്റ് ഒട്ടി നിൽക്കുമല്ലോ. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിനും ഇതുപോലെ കുറേ ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും ഇങ്ങനത്തെ ഫ്ലവേഴ്സും പല രീതിയിൽ പല വലിപ്പത്തിലും അതുപോലെ പല ഡിസൈനിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ആദ്യം ഈ ഫ്ലവർ എടുത്തു. എന്നിട്ട് നമ്മൾ ഈ കണ്ടില്ലേ, ആ 4 മുത്തിൻ്റെ നടുവിലൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഇതിനിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ താഴോട്ടേക്ക് വലിക്കുക കേട്ടോ. എന്നിട്ട് ഈ ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പിലോട്ട് ഇതിനെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ അതിനെ ചുറ്റി ആ കമ്പി മൊത്തം കഴിയുന്നത് വരെ നമുക്ക് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ കമ്പി പൊന്തി നിൽക്കാതെ നന്നായിട്ട് നല്ലതുപോലെ അമർത്തി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പിടിക്കുമ്പോഴൊക്കെ കയ്യിൽ കൊള്ളില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് പ്രസ് ചെയ്യണമെന്ന്. പിന്നെ അടുത്ത ഹോളിൽ ഞാൻ ഈ മുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടില്ലേ. അതിനെ ഒന്ന് നല്ലപോലെ താഴോട്ടേക്ക് വലിച്ച് ആ ഹോളിൻ്റെ അവിടേക്ക് ആക്കിയിട്ട് അടുത്ത ഗ്യാപ്പിലോട്ട് ഇതിനെ വീണ്ടും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. വളരെ എളുപ്പം എന്നൊന്നും പറയണില്ല, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. കൈയൊക്കെ നല്ലതുപോലെ വേദനിക്കും. ഇനി വീണ്ടും ഇനി അടുത്തത് ആ ഫ്ലവർ വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും മറ്റേ മുത്തുകൊണ്ട് ഉള്ളത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്കിത് മൊത്തത്തിൽ ചെയ്തെടുക്കാം. ഓരോ ഗ്യാപ്പ് ഇടവിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ ഒരു മുത്തിൽ ഫ്ലവർ ചെയ്തു പറഞ്ഞാൽ ഒരു മുത്തിൽ മറ്റേ മുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള അത് വെച്ച് കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ വലിച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്.
അപ്പോൾ ഇനി നമുക്ക് പിള്ളേർക്കൊക്കെയും അതുപോലെ വലിയവർക്കും ഇതുപോലെ തലയിൽ വെക്കാനായിട്ട് ഇപ്പം മുല്ലപ്പൂവിന് പകരം ഇപ്പം എല്ലാവരും അധികം പേരും വെക്കുന്നത് ഇതുപോലത്തുള്ള ഹെയർ ആക്സസറീസാണ്. അപ്പം നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതുപോലെ. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അത് കുറേ സ്റ്റിച്ച് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോനും സമ്മതിക്കാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ലേറ്റായിട്ട് ഇടുന്നത്. ഇതേപോലെ ഞാൻ കുറേ ചെയ്ത് വെച്ചിട്ട് ആ ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം ചെയ്തതാണ്. പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാത്തിനും ഒന്ന് നല്ലതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശരിക്കും കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇതാ നമ്മൾ കണ്ടില്ലേ ഹെയറിൽ വെക്കുന്ന ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഞാൻ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. പിന്നെ ഈ ഹെയർ ആക്സസറീസ് വെച്ചിട്ട് ഉള്ള ഒരു മോളുടെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.